ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ വീണ്ടും ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4 മണി പലഹാരം എന്ന് തന്നെ പറയാം. പക്ഷെ അത് നാട്ടിലുള്ളവർക്ക്, ഇവിടെ ഉള്ളവർക്ക് അത് 4 മണിയെന്നൊന്നുമില്ല, ഏത് സമയം വേണേലും ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതും അതുപോലെ തന്നെ ഇത് വീട്ടിൽ തന്നെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായത് റവ വേണം. ഞാനിത് പാക്കറ്റ് റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് റവയാണെങ്കിൽ അതേ കപ്പ് പോലെ തന്നെ അതേ അളവിൽ തന്നെ പാലും എടുക്കണം. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. അപ്പം ഞാനിത് 1.5 കപ്പ് റവ എടുക്കുകയാണ്. ഇതിപ്പോൾ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1.5 കപ്പ് അളന്ന് വെച്ച പാലാണ്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് പാലുണ്ട്. ഇനി ഒരു സ്വല്പം ഉപ്പ് ചേർക്കണം ഇതിനകത്ത്. അത് ഞാനിങ്ങനെ പിഞ്ചെടുത്ത് ഇടാം. സ്വല്പം മതി, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ എല്ലായിടത്തും ഇത് മിക്സ് ആകണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കടുത്ത കൂട്ട് ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച റവ 10 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അതിന് പൊങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും അത് ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിനി ഇതിനുള്ള മിക്സ് ഉണ്ടാക്കാം. ആ മിക്സിന് ആവശ്യമായത് ശർക്കര പാനിയാക്കി വെച്ചതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിർമ്മലിൻ്റെ ശർക്കര പൊടിയാണ്. അതിവിടെ ഞാനിത് കലക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് വേണം. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്. ഫ്രഷ് തേങ്ങയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ക്യാരറ്റ് സ്ക്രേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടോ അതുപോലെ തന്നെ ബദാമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിസ്തയോ എന്തെങ്കിലുമൊക്കെ വേണേൽ ഇടാം അഡീഷണലായിട്ട്, ഹെൽത്തി ആയിട്ട്. പിന്നെ കുറച്ച് റൈസിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെന്ന് നമുക്കിതെല്ലാം ഒന്ന് വറക്കാൻ വേണ്ടി കുറച്ച് അല്പം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് വേണമെന്നില്ല, എണ്ണയ്ക്കകത്ത് വേണേലും വറക്കാം. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പാൻ എടുത്ത് വെക്കാം. പാനൊന്ന് ചൂടായി വരുമ്പം നമുക്ക് 1 by 1 ഇട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഒത്തിരി നെയ്യ് ഇടുന്നില്ല, കുറച്ചിത് വറുക്കാൻ മാത്രമേ ഇടുന്നുള്ളൂ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം ആദ്യം നമുക്ക് ഈ ബദാം ഒന്ന് വറക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബദാം ഇട്ട് കൊടുത്തൊന്ന് വറക്കാം. ഇത് നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിൽ സ്നാക്ക് ബോക്സിൽ ഇട്ട് കൊടുക്കാനും എല്ലാം നല്ലൊരു ഡിഷാണ്. ഹെൽത്തിയുമാണ്. അതിൻ്റെ അകത്ത് ബദാമുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് ബദാം ഇപ്പോൾ ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ കിസ്മിസ് ഇട്ട് കൊടുക്കാം.
എൻ്റെ കയ്യിലിപ്പോൾ കാഷ്യൂനട്ട് ഇല്ലായിരുന്നോണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ബദാം ഇട്ടത്. നിങ്ങൾക്ക് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട് ഇട്ടാലും മതി. ഇതിപ്പോൾ ഇതെല്ലാം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നതട്ടെ. ഇപ്പം തേങ്ങ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാതെ. ഇത് ഞാൻ അരിച്ചെല്ലാം എടുത്ത് വെച്ചാണ് കേട്ടോ. ഇച്ചിരി ലൂസാണ്, ഇതൊന്ന് കുറുകണം. ഇതിനകത്ത് സ്വല്പം ഏലക്കാപ്പൊടി, അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ടേസ്റ്റിനും സ്മെല്ലിനും വേണ്ടി. ഏലക്ക പിന്നെ എല്ലാത്തിനും നല്ലൊരു ഫ്ലേവറാണല്ലോ മധുരപലഹാരങ്ങൾക്ക്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ക്യാരറ്റ് കൂടെ, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി ക്യാരറ്റ്, ഒത്തിരി വെന്ത് പോകുന്നില്ല. ഇതൊരു കുറച്ച് നേരം ഒന്ന് വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഡ്രൈ ആയി, ഒട്ടും വെള്ളമയം ഇല്ല. ഇനി നമുക്കിത് വാങ്ങി വെച്ച് ഒന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റീമറിൽ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ബാറ്റർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം കണ്ടോ, നമ്മൾ വട്ടയപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ ഈ പരുവത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത്, ഇതിപ്പോൾ കട്ടിയായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽ വീണ്ടും ഒഴിച്ച് ഇതുപോലെ ലൂസാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വറക്കാത്ത റവയായിരിക്കും ഇതിന് നല്ലത്, അല്ലെങ്കിൽ പാല് ഏറെ ചേർക്കേണ്ടി വരും വറുത്ത റവയാണെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ ബേക്കിങ്ങിന് വേണ്ടി ഇതെല്ലാം പിന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ബട്ടർ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ലെയർ ഇതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒന്നൊരു ഷേപ്പാക്കാൻ വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചുറ്റിലും പോകരുത്, അതിൻ്റെ അകത്തൂടെ മാത്രം ഇടണം. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുട്ടികളുള്ളവരെല്ലാവരും ഇതുണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി അടുത്ത ലെയർ ഇതുപോലെ ഒന്നുകൂടെ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ട്രിപ്പും കൂടെ ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആയിക്കഴിഞ്ഞ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി മണിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ആ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായി അടിപൊളി ടേസ്റ്റോടു കൂടി വന്നിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടോ, ഒന്നും പൊട്ടാതെ നല്ല സോഫ്റ്റായ അടിപൊളിയായി കിട്ടിയിരിക്കുന്നതാണ്. എന്താ
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതുപോലെ. അതുവരെ ബൈ ബൈ.